وأعذنا من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا وقال تعالى أيضا وإذا الموءودة سئلت عن أبي مالك الأشعري رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم أربع في أمتي من أمر الجاهلية لا تتركونهم الفخر بالأحساب والطعن بالأنساب والاستسقاء بالنجوم والنياحة أو كما قال عليه الصلاة والسلام صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. മധുരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന മആതിറൽ ജാഹിലിയ്യത്തി മൗദൂഉൻ ഗൈറ സിദാനത്തി വസ്സഖായ വൽ അംദു ഖിവദുൻ വശിബ്ഹുൽ അംദി മാ ഖുതില ബിൽ അസാ വൽ ഹജർ വഫീഹി നുഅത്തു ബഈദ് ഫമൻ സാദബഹു മിൻ അഹ്ലിൽ ജാഹിലിയ്യ. ഈ വാക്കാണ് മൂന്നാമതായിട്ട് ആ പ്രഭാഷണത്തിൽ പ്രാധാന്യത്തോടെ പറഞ്ഞത്. അതായത് ജാഹിലിയ്യ കാലഘട്ടത്തിലെ എല്ലാ നടപടിക്രമങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ജാഹിലിയ്യത്തിൽ പല ആചാരങ്ങളും പല നടപടിക്രമങ്ങളും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാ നടപടിക്രമങ്ങളും ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ അതിനെല്ലാം ഒഴിച്ചുമൂടി. ചില കാര്യങ്ങൾ ഒഴിച്ചു എന്ന് നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗൈറ സദാനത്തി വസ്സഖായ, ഒഴിവാക്കിയ കാര്യങ്ങൾപ്പെട്ടതാണ് ഒന്ന് കഅബയെ പരിചരിക്കുക എന്നത്, ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുക എന്നത്. ജാഹിലിയ്യത്ത് അറബികൾ വളരെ അഭിമാനത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. കഅബയെ പരിചരിക്കുക, അതിൻ്റെ താഴ്മീർ, അതിൻ്റെ കില്ല ധരിപ്പിക്കുക, അതിനെ വൃത്തിയാക്കുക, അതിനെ പരിശുദ്ധമായി സൂക്ഷിക്കുക, അതവർ വലിയ ഗൗരവമായിട്ട് ചെയ്തിരുന്നു. ബാഹ്യമായിട്ടുള്ള അവരുടെ ഒരു ഏർപ്പാടാണ്. രണ്ടാമത്, വിദൂര ദിക്കുകളിൽ നിന്നും ജാഹിലിയ്യത്തിൽ ഹജ്ജിന് വേണ്ടി വരുന്ന ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുക, ഇങ്ങനത്തെ ഒരു നടപടിക്രമം. അന്ന് വെള്ളം സുലഭമല്ലാത്തത് കൊണ്ട് അവരതിനെ കൊണ്ട് നടന്ന് കുടിപ്പിക്കുമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് എന്ന് ഈ ഹദീസിൽ പറയുന്നു. ഹദീസിന്റെ വ്യാഖ്യാനം പരിശോധിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വരുമ്പോൾ മക്കക്കാരുടെ ഇടയിൽ കുറെ നല്ല കാര്യങ്ങളും കുറെ അനാചാരങ്ങളും ഉണ്ട്. അറബികൾ ജാഹിലിയ്യത്തിലാണ് ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും അവരുടെ ചില ഗുണങ്ങൾ പരിശോധിച്ചാൽ അവർ നമ്മളെക്കാളൊക്കെ മുകളിലാണെന്ന് നമുക്ക് തോന്നുകയല്ല, അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണമായിട്ട് അവിടുത്തെ അറബി പ്രമാണിമാര് അവർ കള്ളം പറയില്ല. അതവർക്ക് അവരതിനെ മോശമായിട്ടാണ് കണ്ടത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെയുണ്ട്, ഇസ്ലാമിന്റെ ഏറ്റവും ശത്രുവായിരുന്ന കാലഘട്ടത്തിൽ അബൂ സുഫിയാൻ, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ ഇസ്ലാം വളരെ നന്നായി. പക്ഷേ നബിതങ്ങളുടെ ശത്രുവായിരുന്ന സമയത്ത് അദ്ദേഹം ഷാമിലേക്ക് കച്ചവടാർത്ഥം പോയി. അദ്ദേഹത്തോടൊപ്പം ബാക്കി കൂട്ടുകാരുണ്ട്.
അപ്പൊ അന്ന് പേർഷ്യൻ രാജാവായിരുന്ന ഹിർക്കൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിട്ട്, നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്ന പ്രവാചകൻ എങ്ങനെയുള്ള ആളാണ്, എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞ് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. അപ്പൊ ഹിർക്കൽ രാജാവ് ചോദിച്ചത്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കുടുംബം ഏതാണ്? കുടുംബം പറഞ്ഞു കൊടുത്തു, ഖുറൈശി ഗോത്രമാണ്, അറബികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന കുടുംബത്തിൽപ്പെട്ടയാളാണ്. രണ്ടാമത് ചോദിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മുമ്പ് പ്രവാചകത്വം ബാധിച്ചിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞില്ല, അങ്ങനെ ആരും മുമ്പ് ഞങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ പിതാവോ പിതാമഹനോ ഒന്നും അങ്ങനെ പ്രവാചകനാണെന്ന് ബാധിച്ചിട്ടില്ല. അപ്പൊ ഹിർക്കൽ പറഞ്ഞു, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ പിതാക്കന്മാരുടെ പാരമ്പര്യം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നുബുവത്ത് ബാധിച്ചതായിരിക്കാം. മൂന്നാമത് ചോദിച്ചു, അദ്ദേഹം കള്ളം പറയുമോ നിങ്ങളുടെ ഇടപാടുകളിൽ, ദുനിയാവിന്റെ ഭൗതികമായ കാര്യങ്ങളിൽ? മുസ്ലിം പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് ഇതുവരെ ശീലമില്ല, അദ്ദേഹം കള്ളം പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഹിർക്കൽ രാജാവ് പറഞ്ഞു, അദ്ദേഹം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയാത്ത ഒരാൾ പിന്നെ പാരത്രിക കാര്യത്തിന് വേണ്ടി കള്ളം പറയേണ്ടതില്ലല്ലോ, പടച്ചവന്റെ മേൽ കള്ളം പറയേണ്ടതില്ലല്ലോ. മൂന്നാമതായിട്ട് ചോദിച്ചു, അദ്ദേഹം കരാറ് പാലിക്കുന്ന ആളാണോ, അതിൽ വഞ്ചന ചെയ്യുമോ? മുസ്ലിം പറഞ്ഞു, ഇതുവരെ അങ്ങനെ വഞ്ചന ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല, പക്ഷെ ഇപ്പൊ ഞങ്ങളും അദ്ദേഹം തമ്മിലൊരു കരാറിലാണ്. അതായത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് ആ സംഭവം. ഇതിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, ശത്രുക്കൾക്ക് പോലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ന്യൂനത കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. രണ്ടാമത്, അക്കാലഘട്ടത്തിലെ ഈ ജാഹിലിയത്തിലെ അറബികൾക്ക് പോലും ഒരു മുഴുവത്ത് കുറച്ചൊരു സംസ്കാരം ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. ഇതിൽപ്പെട്ടാണ് അവർ കള്ളം പറയില്ല എന്ന് മാത്രമല്ല, നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനത്തെ പല ഗുണങ്ങളും അവരിലുണ്ട്. അതിൽപ്പെട്ടതാണ് അവരിലെ പ്രമാണിമാർ, അവരിലെ നല്ല ആൾക്കാരും വ്യഭിചാരത്തിൽ ഏർപ്പെടുമായിരുന്നില്ല, അതിനെ അവർ മോശമായി കണ്ടിരുന്നു. പൊതുവെ പ്രത്യേകിച്ച് അയലത്തെ സ്ത്രീകൾ, ബന്ധത്തിൽപ്പെട്ട സ്ത്രീകൾ, പരിചയക്കാർ, അവരെയൊക്കെ അവർ സൂക്ഷിച്ചിരുന്നു. എന്ന് മാത്രമല്ല, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സ്ത്രീകളെ ആരെയും കൊണ്ടുപോയിട്ടില്ല, ഭാര്യമാരെ കൊണ്ടുപോയിട്ടില്ല, പെൺമക്കളെ കൊണ്ടുപോയിട്ടില്ല, മാതാക്കളെ കൊണ്ടുപോയിട്ടില്ല. ഇവര് മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്നതിന് ഒരിക്കലും മക്കയിലേക്ക് തിരിച്ചു വരില്ല, എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഓടിപ്പോവുക ചെയ്തത്. ഇവരുടെ ഭാര്യമാര്, മക്കള്, സ്ത്രീകളൊക്കെ മക്കയിൽ തന്നെയാണ്. ആ ഭാര്യമാരുടെയോ മക്കളുടെയോ സ്ത്രീകളുടെയോ പേരിൽ അവർ ഭയപ്പെട്ടിട്ടില്ല, ഭയപ്പെടുന്നൊന്നും സംഭവിച്ചിട്ടുമില്ല. സാധാരണഗതിയിൽ ഇന്നത്തെ ലോകക്രമം വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചൊരു ധാരണ അവർക്കുണ്ട്, അങ്ങനെ സ്ത്രീകളെ കയറി ആക്രമിക്കുക, ഉപദ്രവിക്കുക അതവർ ചെയ്യില്ല എന്നൊരു ധാരണ. എന്ന് മാത്രമല്ല, ചില സംഭവങ്ങൾ പരിശോധിച്ചാൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരാണ്, അതായത് നബിതങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ടവരാണ്. അവരാദ്യം വിവാഹം കഴിച്ചിരുന്ന അബൂ സലമ, സലമയുടെ വാപ്പ, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം മദീനയിൽ എത്തിയതിനു ശേഷം പിന്നീടാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത്. അപ്പൊ ഇവരാദ്യം ഹിജ്റ പോയതിൽപ്പെട്ട സഹാബിയത്ത് വനിതയാണ്. ഹിജ്റ പോകാൻ വേണ്ടി തയ്യാറായി അദ്ദേഹവും ഭർത്താവ് അബൂ സലമയും കുട്ടി സലമ, അവർ മൂന്നുപേരും കൂടെ മക്കയുടെ വെളിയിൽ വന്നപ്പോഴാണ് ഈ ഉമ്മു സലമയുടെ കുടുംബക്കാർ വന്നിട്ട് തടഞ്ഞു നിർത്തിയത്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയെ കൊണ്ടുപോകാൻ പറ്റൂല, ഇത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, നീ വേണേ പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ കുറെ നേരം മൽപ്പിടുത്തവും ബഹളവും ഒക്കെ ആയതിനു ശേഷം അദ്ദേഹം പോയി. അദ്ദേഹത്തിന് പോകാതിരിക്കാൻ കഴിയില്ല, അദ്ദേഹം പോയി, ഭാര്യയും കുഞ്ഞും ഉണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വന്നിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. കുഞ്ഞ് ഞങ്ങളുടേതാ, പാപ്പാടേതാണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മക്കയിൽ ഒറ്റപ്പെട്ടു. ചരിത്രത്തിൽ കാണാൻ കഴിയുമ്പോൾ ഒരു വർഷത്തോളം മക്കയിലെ ജനങ്ങൾ കാണുന്ന വെളിപ്രദേശത്തേക്ക് വന്നു നിന്നിട്ട് അവരിങ്ങനെ കരയുമായിരുന്നു. അവസാനം ഇത് കണ്ടിട്ട് ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു സങ്കടം തോന്നി. അയാൾ പറഞ്ഞു, ഈ സ്ത്രീ എന്തിനാണ് നിങ്ങൾ കുടുംബക്കാരെ ഉപദ്രവിക്കുന്നത്, അവർ പോകട്ടെ. അവസാനം പോകാൻ അനുമതി കൊടുത്തു. അപ്പൊ ആ കുടുംബക്കാര് കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. ഈ കുട്ടിയും ഈ സ്ത്രീയും കൂടെ പുറപ്പെടുക മദീനയിലേക്ക്. നമുക്കറിയാം എത്ര ദിവസത്തെ യാത്രയുണ്ട്, 450 കിലോമീറ്റർ ഇന്നത്തെ യാത്ര, ദിവസങ്ങൾ യാത്രയുണ്ട്. അവരൊട്ടകപ്പുറത്ത് ഹറമിന്റെ അതിർത്തി വിട്ടു കഴിഞ്ഞപ്പോൾ, തന്നീമിലെത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അബീ തൽഹ അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുന്നു. ഉസ്മാൻ ഇബ്നു അബീ തൽഹ ഇന്ന് മുസ്ലിം അല്ല, അദ്ദേഹം കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നയാളാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം കഅബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അയാൾ കൊടുത്തില്ല, അടച്ചു കളഞ്ഞു. എന്നിട്ട് ഒരു ദുരഭിമാനത്തോടുകൂടി കുറെ വർത്തമാനങ്ങൾ പറഞ്ഞു. പണ്ഡിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ, നീ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നീയും വരുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് നിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അന്ന് ഖുറൈശികൾ ഏറ്റവും നിന്ദ്യരാകുന്ന ദിവസമായിരിക്കും അങ്ങനൊന്ന് സംഭവിച്ചാൽ. ദിനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ല, ഖുറൈശികൾ ഏറ്റവും അന്തസ്സിന്റെ ദിനമായിരിക്കും അത്. എന്തായാലും ഇദ്ദേഹം ഈ തനീമിന്റെ വെളിയിൽ വെച്ച് ഈ സ്ത്രീയെ കാണാണ്, ഉമ്മു സലമയെ കാണുകയാണ്. അപ്പൊ അവരോട് ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അബീ തൽഹ മുശ്രിക്കാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങോട്ടായി പോകുന്നത്? നിങ്ങൾ എവിടേക്ക് പോവാണ്? ഞാൻ മദീനയിലേക്ക് പോവാണ്, എൻ്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് പോവാണ്, എൻ്റെ കുഞ്ഞുമായിട്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് ഇത്രയും ദീർഘമായ യാത്രയിൽ ഒരു ആൺതുണയില്ലാതെ നിങ്ങളുടെ യാത്ര അപകടകരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആരും സഹായിക്കാനില്ലാത്ത യാത്ര എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ പാടില്ല, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ഈ ഉസ്മാൻ ഇബ്നു അബീ തൽഹ മുമ്പേ നടന്നതെന്ന് മാത്രമല്ല, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാഹി മാ റഅയ്തു അക്രമ മിൻ, അല്ലാഹുവാണ് സത്യം, ഇത്രയും മാന്യനായ ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് ഇറങ്ങേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്രമിക്കേണ്ടി വരും, അദ്ദേഹം ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ അടിയിൽ പോയിട്ട് കിടക്കും, അവിടെ കിടന്നുറങ്ങും. ഞാൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒട്ടകത്തെ താഴ്ത്തു നിർത്തിയിട്ട് പറയും, കയറിക്കോളാൻ പറയും, കയറും. അങ്ങനെ അദ്ദേഹം ഒട്ടകത്തെ നയിച്ച് ഖുബാ വരെ എത്തി. അദ്ദേഹത്തിന് യാത്ര നല്ല പരിചയമാണ്. മദീനയിൽ തൊട്ട് മുമ്പുള്ള മസ്ജിദുൽ ഖുബയുടെ ഭാഗത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഹിജ്റ ചെയ്തെത്തുന്നത് അവിടെയാണല്ലോ, ആദ്യം ചെന്നത് അവിടെയാണ്. അവിടെ നിന്നാണ് പിന്നെ മദീനയിലേക്ക് പോകുന്നത്. ഖുബായെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ആ കാണുന്ന ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്തുണ്ടാവും എന്ന് പറഞ്ഞ് അയച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം ഒന്നും മുസ്ലിം അല്ല, അദ്ദേഹം ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാം ആകുന്നത്, അദ്ദേഹം സഹാബിയാകുന്നത് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ കാലഘട്ടത്തിൽ ആ ഒരു മനുഷ്യന്റെ ആ ഒരു പരിശുദ്ധി ഇക്കാലഘട്ടത്തിലെ ഏത് വലിയ അല്ലാമാക്കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇക്കാലഘട്ടത്തിൽ ഏത് മനുഷ്യർക്കും അതെന്തുകൊണ്ട്? നബിമാരുടെ പാരമ്പര്യത്തിൽ അറബികൾക്ക് കിട്ടിയ ചില ഉയർന്ന ഗുണങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പല നന്മകളും പോലുണ്ടായിരുന്നു. എന്തിനെ കുറിച്ച് നമ്മൾ പറയാറില്ല. ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ അവർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബൈഅത്ത് ചെയ്യുന്നു. അതായത് അവരോട് ഇസ്ലാമിന്റെ കരാർ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, വലാ തസ്നീന, നിങ്ങൾ വ്യഭിചാരത്തിൽ ഏർപ്പെടരുതെന്ന് പറയുമ്പോൾ അവർ പറയുന്ന വാക്കില്ലേ, നമ്മൾ കൂടെ കേൾക്കാറുള്ളതാണ്. അവരെന്ത് പറഞ്ഞു? അവ തസ്നീൽ ഹുറത്തു വകുന്നാ നസ്തഹിഫിൽ ജാഹിലിയത്തി ഫകൈഫ ബിൽ ഇസ്ലാം. ഒരു സ്വതന്ത്ര സ്ത്രീ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയോ, ഞങ്ങൾ ജാഹിലിയത്തിൽ പോലും അതിനെ ലജ്ജയോടുകൂടി കണ്ടിരുന്നു, പിന്നല്ലേ ഇസ്ലാമിൽ എന്ന് ആ സ്ത്രീ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്തത്ര വലിയ ശത്രുവായിരുന്നു ഇസ്ലാമിന്റെ, എല്ലാവർക്കും അറിയാം, അബൂസുഫിയാന്റെ ഭാര്യയാണ്. അപ്പൊ അവരിൽ ഒരുപാട് പല നിലയിലുള്ള നന്മകളും പോലും നിലനിന്നിരുന്നു, പല നല്ല നടപടിക്രമങ്ങളും ഉണ്ടായി. അതൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാണ്. അക്കാലഘട്ടത്തിലെ ജാഹിലിയത്തിന്റെ ആ സ്വഭാവങ്ങളും മുറുവത്തുകളും ഇക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ, മുസ്ലിമീങ്ങളായ നമ്മളുടെ തന്നെ ജീവിതവും സ്വഭാവവും ഒക്കെ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ വലിയ ഇസ്ലാം ഉള്ളവരാണ്, ഈമാൻ ഉള്ളവരാണ്, നമ്മൾ വലിയ സംസ്കാര സമ്പന്നരാണ്, ഈ ലോകം വലിയ സംസ്കൃതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ഇത് വലിയ ടെക്നോളജിയുടെ യുഗമാണ്, മനുഷ്യൻ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാനുഷികമായ മൂല്യങ്ങളിൽ നമ്മൾ ജാഹിലിയത്തിനോടെങ്കിലും തുല്യമായോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണ് ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുതുബത്തുൽ വദാഇൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന മആസിറൽ ജാഹിലിയത്തി മൗദൂഉൻ, ജാഹിലിയ കാലഘട്ടത്തിലെ ആചാരങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. വൈറസദാനത്തി വസ്സഖായ, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, കഅബയെ പരിചരിക്കുക തുടങ്ങി നിങ്ങൾ ചെയ്യുന്ന നല്ല കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടത്, നിങ്ങളുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടത്, നിങ്ങളുടെ മാമൂലികളുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വിരുദ്ധമാണ്, അത് മുഴുവനും ഞാൻ അവസാനിപ്പിച്ചു സ്ഥിരപ്പെടുത്തി. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ജാഹിലിയത്തിൽ അവരുടെ ചില നടപടിക്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഹദീസിലും കാണാൻ പറ്റും. അതിനെയൊക്കെയാണ്
ഈ ഒരു വാക്കിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയത്. ജാഹിലിയത്തിലെ ഒരു നടപടിക്രമമാണ്. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കത് വിഷമമാണ്. അത് ഖുർആൻ തന്നെ പറയും, ജനിച്ചതൊരു പെൺകുട്ടിയാണ് എന്ന് കണ്ടാൽ അത് അവർക്ക് വിഷമമാണ്. ചിലപ്പോൾ അവരതിനെ കൊന്നുകളയും ചെറുപ്പത്തിൽ തന്നെ, ആരും കാണാതിരിക്കാൻ വേണ്ടി. അത് അവരുടെ ഒരു രീതിയായിരുന്നു. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് അവരോട് സന്തോഷ വാർത്ത അറിയിച്ചാൽ അവരുടെ മുഖം കറുത്ത് കരിവാളിച്ച് ഇരുണ്ട് കോപാകുലനായി മാറും. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കൊന്നുകളയണോ, അതാ മണ്ണിൽ കുഴിച്ചു മൂടണോ, അതല്ല അതിനെ വെച്ചുകൊണ്ടിരിക്കണോ എന്ന ചിന്തയിൽ അയാൾ ഒളിച്ചു നടക്കുമായിരുന്നു. ഒരാളുടെ ഭാര്യ പ്രസവിച്ചു, കുട്ടി പെണ്ണാണെന്നറിഞ്ഞാൽ അയാൾക്ക് അതിന്റെ വലിയൊരു വിഷമം, ഒരു മാനഹാനി. ജനിക്കുന്നത് ആൺകുട്ടിയാകണമെന്നുള്ളൊരു ചിന്ത, ഇത് അവരിൽ ഒരു വിഭാഗം ചില ആൾക്കാരുടെ ഹൃദയത്തിൽ പിടികൂടി. ഇതൊരു ജാഹിലിയ നടപടിക്രമമാണ്. വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, വലിയ മാറ്റമൊന്നുമില്ല. പെണ്ണാണ് ജനിക്കുന്നതെന്ന് അറിയുമ്പോൾ വിഷമിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും 3 പെൺകുട്ടികളെ വളർത്തി പരിപാലിച്ച് വിവാഹം കഴിച്ചയച്ചാൽ അവർക്ക് അത് കാരണമായിട്ടാണ് സ്വർഗം കിട്ടും. ഒരു സഹാബിയെ വെച്ച് 2 പെൺകുട്ടികളെ ഉള്ളെങ്കിലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 പെൺകുട്ടികളാണെങ്കിലും. ഒരു സഹാബിയെ വെച്ച് ഒരു മകളെ ഉള്ളെങ്കിലും, പെണ്ണൊന്നേ ഉള്ളൂ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെൺകുട്ടിയെ ഉള്ളെങ്കിലും. പരിശുദ്ധ ഇസ്ലാം ഈ സ്ത്രീ സമൂഹത്തിനെയും പെൺകുട്ടികൾക്ക്, മക്കൾക്ക്, ഉമ്മമാർക്ക്, ഭാര്യമാർക്ക് അതിനെക്കുറിച്ച് എത്ര വലിയ സ്ഥാനവും മഹത്വമാണ് കൽപ്പിച്ചിരിക്കുന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതേ പ്രഭാഷണത്തിൽ പിറകെ ആ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ന് ഇതിന്റെ പേരിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ യുവതലമുറകൾ, പ്രത്യേകിച്ച് കൗമാരക്കാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾക്ക് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച ഈ ഒരു വില അറിയില്ല. ജാഹിലിയത്ത്, അതേ അന്നത്തെ ജാഹിലിയത്ത് ഇന്നും പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ആ ചൂഷണത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ടിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുകയാണ് ആ കുട്ടികൾ. ക്യാമറ കിട്ടിയാൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുക, പറയുക, വിവരമില്ല. അജ്ഞതയുടെ കനാന്തകാലത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്, നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. ദീൻ എന്താണെന്ന് അറിയില്ല, ഇസ്ലാം എന്താണെന്ന് അറിയില്ല, ഇസ്ലാം പറ്റിയ മാറ്റം അറിയില്ല, ഖുർആന്റെ കൽപ്പനകൾ അറിയില്ല, ഖുർആന്റെ പ്രഖ്യാപനങ്ങൾ അറിയില്ല, അതിന്റെ യുക്തിബോധം അറിയില്ല. പൈശാചികത്വം ലോകത്ത് പ്രചരിപ്പിക്കുന്ന എല്ലാ തിന്മകളെയും അതിനെ ഏറ്റെടുത്തുകൊണ്ട് അതെന്തോ വലിയ സംസ്കാരമാണെന്ന് പറഞ്ഞ് ജീവിക്കുക. ജാഹിലിയത്തിനേക്കാൾ കെട്ടകാലം എന്നല്ലാതെ എന്താ പറയാൻ പറ്റുക? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മകളെ ഉള്ളു, അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു, വിവാഹം കഴിച്ചയച്ചു, ആ മനുഷ്യൻ അത് കാരണമായിട്ട് സ്വർഗം കിട്ടും. അത് മകളാകാം, സഹോദരിയാകാം, ഹദീസിലുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു നടപടിക്രമം ഇതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മക്കൾ ജനിക്കുമ്പോൾ ആ കുട്ടികൾ കാരണമായിട്ട് ദാരിദ്ര്യം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടവർ കുഞ്ഞുങ്ങളെ വധിച്ചു കളയും. അത് ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ട് ജാഹിലിയത്ത് ചെയ്തൊരു കാര്യമാണ്. ഖുർആൻ അല്ലാഹു തആല തഖ്തുലു ഔലാദകും ഖശിയത ഇംലാക് നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ട് നിങ്ങളുടെ സന്താനങ്ങളെ വധിച്ചു കളയരുത്. അവർക്കും നിങ്ങൾക്കും വിഭവം നൽകുന്നത് നാമാണ്. ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അതിന്റെ റിസ്ക്കുമായിട്ടാണ് അത് വരുന്നത്. അത് വേറാളുടെ കയ്യിലല്ല, അതുമായിട്ടാണ് വരുന്നത്. മരിക്കുന്നത് വരെയുള്ള റിസ്ക് അതിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ടേ വരികയുള്ളൂ. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തി നിരോധിച്ചു. അന്ന് പിന്നെ ഉദരത്തിൽ വെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യാനുള്ള ടെക്നോളജി ഒന്നും അവരുടെ മുമ്പിലില്ല. പിന്നെ ജനിച്ചു കഴിയുമ്പോൾ കൊന്നുകളയും. അതാണ് കാട്ടുപള്ളി ചെയ്തത്. ജനിച്ചു കഴിഞ്ഞിട്ട് കൊന്നുകളയും. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കൊല്ലരുത്, നിങ്ങൾ അങ്ങനെ വധിക്കരുത്. അവർക്ക് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് നാമാണ്. നിങ്ങൾ അങ്ങനെ വധിച്ചാൽ അത് വലിയ പാപമാണ്. ജാഹിലിയത്തിന്റെ മറ്റൊരു നടപടിക്രമം ഇതായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ വേറൊരു നടപടിക്രമം ഖുർആൻ പറയുന്നത്, അത് മദ്യം വ്യാപകമായിരുന്നു. അത് സർവത്ര വ്യാപകമാണ്. ഞാൻ 2-3 ആഴ്ച മുമ്പ് അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഖുർആൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഖുർആൻ ആ ഒരു തിന്മയെ മാത്രം ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചത്. കാരണം അത് മുച്ചൂടും ബാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ബാക്കിയെല്ലാം പല തിന്മകളെയും ഒറ്റയടിക്കാണ് ഖുർആൻ ഗൗരവമായി താക്കീത് ചെയ്തത്.
അതിന് ഘട്ടം ഘട്ടമായ രീതിയൊന്നും സ്വീകരിച്ചിട്ടില്ല. വ്യഭിചരിക്കരുത്, അത് ഒറ്റ കൽപ്പനയാണ്. അടുത്തു പോകരുത്, അതിന്റെ ഒറ്റ കൽപ്പനയാണ്. പലിശ വാങ്ങിക്കരുത്, ഇതൊരൊറ്റ കൽപ്പനയാണ്. അതിന് ഘട്ടഘട്ടങ്ങളും. ഇത് പിന്നെ വേറൊരു സംഭവമാണ്. അത് സാർവത്രികമായിരുന്നു. അറബി കുറിച്ചിട്ട് പാടുവാണ്, ഞാൻ മരിച്ചാലും ഒരു മുന്തിരി പള്ളിയുടെ അടിയിൽ എന്നെ കുറിച്ചിടണം. ആ മുന്തിരിച്ചാറിന്റെ രുചി എനിക്ക് ഏൽക്കാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കബറിൽ കിടന്ന്, എന്നിട്ടൊക്കെയാണ് അവർ പാടുന്നത്. അന്നീ പറയുന്ന രീതിയിലുള്ള പട്ടച്ചാരായോ ഇതൊന്നുമല്ല. ഈ ഈത്തപ്പഴം മുന്തിരിയൊക്കെ പൊളിപ്പിച്ചെറിച്ച് ലഹരി ഒന്നും അത് കുടിക്കുക, അതാണ് ചെയ്തത്. വേറെ ഇന്ന് കാണുന്ന ഈ മാലിന്യങ്ങളൊന്നും അവർ കുടിച്ചിരുന്നില്ല. അതിനെ ഖുർആൻ ഘട്ടം ഘട്ടമായി നിരോധിച്ചു, അതിനെ ക്രിമിനൽ കുറ്റമായി തീരുമാനിച്ചു, ശിക്ഷാവിധികൾ ഏർപ്പെടുത്തി. പക്ഷെ അത് ആ കാര്യം പോലും നിരോധിക്കുന്നതിന് മുമ്പേ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ ഇത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയുകയും ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ളവർ പഠിച്ചവരെ ഇതൊന്ന് ഹറാമാക്കി നീ ഒരു ആയത്ത് അവതരിപ്പിക്കണേ എന്ന് പറയുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഈ മദ്യം നിഷിദ്ധമാക്കിക്കൊണ്ട് നീ ഒരു നിയമം ഇറക്കിയിരുന്നെങ്കിൽ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു പറയുമായിരുന്നു. കാരണം ആദ്യം പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ടുള്ള നിയമം വന്നില്ല, അവസാനം അല്ലാഹു തആല പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്നു. അപ്പൊ അതിവ്യാപകമായിരുന്നു. അതിനെ നേരത്തെ നിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണമെന്ന് പ്രഖ്യാപിച്ചു. ജാഹിലിയ്യത്തിലുണ്ടായിരുന്ന മറ്റൊരു നടപടിക്രമമാണ് അവരുടെ ചൂതാട്ടം. അത് ഖുർആൻ എടുത്ത് പറയുന്നു. ചൂതാട്ടം നടത്തുമായിരുന്നു. ചൂതാട്ടത്തിന്റെ നേരെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയാം അത് ലോട്ടറി. ഈ ലോട്ടറി അന്നത്തെ ചൂതാട്ടമാണ്, ഇന്ന് ലോട്ടറി എന്ന് പറയുന്നത്. ഒരു വ്യത്യാസവും ഇല്ല, ഒരേ രീതി, ഒരേ സിസ്റ്റം, ഒരേ സംഭവം. അത് കളിച്ചിട്ടുമാകാം, ലോട്ടറി എടുത്തിട്ടുമാകാം. ചൂതാട്ടത്തെയും ഖുർആൻ നിരോധിച്ചു. തീർച്ചയായും മദ്യം, ചൂതാട്ടം, ലോട്ടറി, അതിനെക്കുറിച്ച് പറയാം. ഇതെല്ലാം പൈശാചികമായ നടപടിക്രമമാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോ ലോട്ടറിക്ക് അള്ളാഹുവിന്റെ പേരിലാണ് പേരിട്ടേക്കുന്നത്, ബിസ്മില്ലാ ലോട്ടറി. ആലോചിച്ച് നോക്കിയേ, ഒരു ബിസ്മില്ലാ അള്ളാഹു ഹറാമാക്കി എന്ന് ഖുർആൻ പ്രഖ്യാപിച്ച ഒരു കാര്യത്തിന് അള്ളാഹുവിന്റെ നാമത്തിലേക്ക് ചേർത്ത് പേരിടുക. നിസ്കരിക്കുന്ന ആൾക്കാർ വരെ ലോട്ടറി എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം നാട്ടിൽ പറഞ്ഞു നിരന്തരം നിസ്കരിക്കുന്ന ഒരാള്, ഞാൻ വിചാരിച്ചത് ചുമ്മാ നോക്കുന്നതാണ്, അവന് നോക്കിയത് എടുക്കുകയാണ്, ലോട്ടറി എടുക്കുകയാണ്. ഇത് ചൂതാട്ടമാണ്. മദ്യം പോലെ ഖുർആൻ നിഷിദ്ധമാക്കിയ കാര്യമാണ്. അത് വാങ്ങിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. ആ പൈസ നിഷിദ്ധമാണ്, ഹറാമാണ്, പന്നി ഇറച്ചിക്ക് തുല്യമാണ്. അത് കഴിക്കുന്ന പോലെയാണ്. പലിശ, ലോട്ടറി, ഇതൊക്കെ ഖുർആൻ നിരോധിച്ചതാണ്. അത് സാമ്പത്തിക ചൂഷണമാണ്, പാടില്ലാത്തതാണ്. ഇന്നത്തെ അള്ളാഹുവിന്റെ പേര് വെക്കുക, കള്ളശാഖിന് അള്ളാഹുവിന്റെ പേര് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊരു മനുഷ്യനൊരു തിന്മ ചെയ്യുന്നു, അതിന്റെ പേരിലാണ് കുറ്റക്കാരനാകും. ആ തിന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തെ ഉപയോഗിച്ചാൽ അവൻ കാഫറായി പോകുന്ന ആക്കിതര പണ്ഡിതന്മാരുണ്ട്. ഇസ്മു പറഞ്ഞ് കള്ളു കുടിച്ചാൽ കാഫറായി. കള്ളു കുടിച്ചാൽ കാഫറാവില്ല, ശിക്ഷയോ അനുഭാവം ചെയ്തതില്ല. ഇസ്മി പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തെ ഉപയോഗിക്കുന്നത് തിന്മ ചെയ്യുക. അള്ളാഹു വിരോധിച്ച ഒരു കാര്യത്തിൽ ഒരു തിന്മ ചെയ്യുക, അള്ളാഹുവിന്റെ നാമത്തെ ഉപയോഗിക്കുക, അതൊരു ഇസ്തിഹിസ ആണ്, പരിഹാസമാണ്, ഇതൊരു കളിയാക്കലാണ്. അപ്പം അത് ആ കാലഘട്ടത്തിൽ ജാഹിലിയ്യത്തിൽ അറബികളുടെ ഇടയിലുണ്ടായിരുന്നു. ഈ ചൂതാട്ടം, ഈ ലോട്ടറി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതും നബിതങ്ങൾ നിരോധിച്ച കൂട്ടത്തിൽപ്പെട്ടു. മൂന്നാമത് ആ ആയത്തിൽ തന്നെ പറഞ്ഞ അൽ അൻസാബു വൽ അസ്ലാം. അൻസാബ് എന്ന് പറഞ്ഞാൽ അമ്പ് വെച്ചുള്ള ഭാഗ്യ പരീക്ഷണങ്ങളാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംറിൽ ജാഹിലിയ്യത്തി ലാ തദ്റുകൂനഹു. എന്റെ ഉമ്മത്തിൽ 4 കാര്യങ്ങൾ ജാഹിലിയ നടപടിക്രമങ്ങളിൽ പെട്ടതാണ്, അതിനെ അവർ വെടിഞ്ഞിട്ടില്ല, അതിനെ പലരും വെടിയുകയില്ല. 4 കാര്യങ്ങൾ ജാഹിലിയത്തിന്റെ നടപടിക്രമങ്ങളിൽപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല. അത് അന്ധകാര യുഗത്തിലെ മനുഷ്യരുടെ സംസ്കാരശൂന്യമായി ഇസ്ലാം വെറുക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. ഒന്ന്, കുടുംബം പറഞ്ഞ് പൊങ്ങച്ചം നടിക്കുക. അത് അറബികൾക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ന കുടുംബക്കാരൻ, ഞാൻ ഇന്ന കുടുംബക്കാരൻ, ഞാൻ മറ്റേ കുടുംബം, ആ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ഒരാൾ വലിയ ആളായിട്ട് നടിക്കുക. കുടുംബവും ഗോത്രവും പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഇതിന് ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ ആ കുടുംബത്തിൽപ്പെട്ടവല്ല, അവൻ അതിൽപ്പെട്ട, ഇവൻ ഇതിൽപ്പെട്ടതാ. ഇത് പടച്ചവൻ ആരാണ്ട് നമ്മളെങ്ങാണ്ട് ആയി വന്നതാണോ? അല്ലല്ലോ. അത് പടച്ചവൻ അവരിഷ്ടമുള്ള കുടുംബത്തിനും ഗോത്രത്തിനും ജനിപ്പിച്ചതല്ലേ, അങ്ങനല്ലേ ഇങ്ങോട്ട് വന്നത്.
കുടുംബത്തിന്റെ കുഫുവും കുടുംബത്തിന്റെ യോജിപ്പും ഒരു മനുഷ്യന്റെ ഇസ്ലാമിനെ അടിസ്ഥാനപ്പെടുത്തിയ, അവന്റെ ദീനിനെ അടിസ്ഥാനപ്പെടുത്തിയ, ഇല്ലെങ്കിൽ അതിന് യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കടുപ്പപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പരിഭാഷപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അത്രയും കടുപ്പപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് പറഞ്ഞു. ഒന്ന് അൽ-ഫഖ്റു ബിൽ ഇഹ്സാബി വതഅനു ബിൽ ഇൻസാബി. മൂന്നാമത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂമി. നക്ഷത്രങ്ങളെ കൊണ്ട് മഴയെ തേടുക, അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുക. വാരഫലം നോക്കുക, മുഹൂർത്തം നോക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നോക്കുക, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു അന്ധവിശ്വാസം. അതുമായിട്ടൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ സമയത്ത് പോയാൽ അത് സംഭവിക്കും, ഈ സമയത്ത് ഒരു സമയത്ത് ഒന്നും സംഭവിക്കാനുള്ള പഠിച്ചാൽ തീരുമാനിച്ചത്. ഇങ്ങനത്തെ വിശ്വാസം വിധങ്ങൾ പറഞ്ഞു. മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നക്ഷത്രങ്ങൾ വെച്ച് നോക്കുന്ന ജ്യോത്സ്യന്റെ അടുക്കൽ ആരെങ്കിലും പോവുകയും അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ദീനിൽ അവൻ അവിശ്വസിച്ചവനായി. ഇന്ന നക്ഷത്രം ഇന്നടത്ത്, ഞാറ്റുവേല, മറ്റേത്, അത് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും അസറുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കുഫറിന്റെ വിശ്വാസമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യും? അതിൽ കുടുങ്ങിപ്പോകും. അത് ജാഹിലിയത്തിൽപ്പെട്ടതാണ്. എല്ലാ ഹൈറും ഷർറും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. നിങ്ങൾ കാലത്തേതും ചീത്ത പറയണ്ട, അത് രാവിലെ ആയാലും വൈകുന്നേരമായാലും. പിന്നെ ചില ഹദീസുകളുണ്ട്, നിങ്ങളുടെ പ്രഭാവത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും. അത് രാവിലെ എന്തെങ്കിലും തുടങ്ങിക്കോ, രാവിലെ തുടങ്ങുന്നതിന് ബർക്കത്തുണ്ട്, പ്രഭാതത്തിൽ ബർക്കത്തുണ്ട് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നല്ലാതെ കൃത്യമായി ഇന്ന സമയങ്ങൾ, ഇന്ന നക്ഷത്രം, ഇന്ന ദിവസം, ഇന്ന രാഹുകാലം, ഇന്ന നഴ്സ്, അത്തരം ഏർപ്പാടുകളൊന്നും ഇസ്ലാമിലില്ല. പക്ഷെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ആ ജാഹിലിയത്തിലെ നടപടിക്രമമാണെങ്കിലും ആൾക്കാർ കൊണ്ട് നടക്കില്ലാത്ത തീർപ്പുമില്ല, അവരത് വെടിയുകയില്ല. അതിൽപ്പെട്ടതാണ് നക്ഷത്രങ്ങളെ വെച്ചിട്ട് മഴയെ തേടുക, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ കൊണ്ട് അർത്ഥമുണ്ട് എന്ന് വിശ്വസിക്കുക, ഇത്തരം കാര്യങ്ങൾ. നാലാമത് പറഞ്ഞു മരണപ്പെട്ടവരുടെ മേൽ അലമുറയിട്ട് നിലവിളിച്ച് കരയുക. ആ കാലഘട്ടത്തിൽ ജാഹിലിയത്തിൽ കരയാൻ വേണ്ടി ആളെ വാടകയ്ക്ക് വിളിക്കുമായിരുന്നു. അത് അവരുടെ കുടുംബത്തിന്റെ ഒരു സ്റ്റാറ്റസ് ആയിട്ടാണ് അവർ കണക്കാക്കിയത്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചപ്പോൾ കരയാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ ഒരു പൊങ്ങച്ചത്തിന്റെ കാര്യമാണ്. ഇത്ര ആളൊക്കെ ഉണ്ടായിരുന്നു കരയാൻ വേണ്ടി, നിലവിളിക്കാൻ, നെഞ്ചത്തടിക്കാൻ. വിധങ്ങൾ സർവാസനം നിരോധിച്ചു. മരിച്ചുപോയ മനുഷ്യൻ പോയില്ലേ, പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ പൊങ്ങച്ചം കാണിക്കാനാ ബാക്കി. അതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? അത് അന്ന് കരയാൻ വേണ്ടി വാടകയ്ക്ക് വിളിക്കും. വിധങ്ങൾ അതിനെല്ലാം നിരോധിച്ചത് മാത്രമല്ല, ആ മരിച്ചു പോകുന്ന മനുഷ്യൻ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നരകവാസിയാണ് എന്നും ഹദീസിൽ വരുന്നു. ഇങ്ങനെ നെഞ്ചത്തടിച്ച് മുടി വലിച്ചു കീറുകയും വസ്ത്രം വലിച്ചു കീറുകയും കരയുന്നവരെ നബിതങ്ങൾ ശപിച്ചിട്ടുണ്ട്. കരച്ചിൽ വരും, സങ്കടം വരും, സ്വാഭാവികമാണ്. ഒരാൾ മരണപ്പെട്ടാൽ ആ കരച്ചിലിന് അത് നബിതങ്ങൾ തന്നെ കരഞ്ഞിട്ടുണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം റളിയല്ലാഹുവിന്റെ കയ്യിലിരുന്ന് മരണപ്പെടുമ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ഹൃദയത്തിന് സങ്കടമുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. നിന്റെ വേർപാടിൽ മകനെ ഞാൻ ദുഃഖിതനാണ്, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ പറയുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനം അതിൽ ക്ഷമിക്കുക, സഹിക്കുക, സ്വാഭാവികമായ സങ്കടം എന്നല്ലാതെ അലറി വിളിച്ചുള്ള നിലവിളിയും വസ്ത്രം വലിച്ചു കീറിയുള്ള കരച്ചിലുകളും മുടി അഴിച്ചിട്ടുള്ള നിലവിളികളും അതൊന്നും പരിഹാരമല്ല. അത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ആൾക്കാരെ വിളിക്കുന്ന ഏർപ്പാടും ഉണ്ടായി. അതിന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജനങ്ങൾ ഉപേക്ഷിക്കാൻ സാധ്യതയില്ല. ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഖുർആനിൽ പറഞ്ഞതുപോലെ അൻസാബ് അസ്ലാമു, ഒന്ന് അമ്പ് വെച്ചുകൊണ്ടുള്ള ഭാഗ്യപരീക്ഷണം, മറ്റൊന്ന് പക്ഷികളെ കൊണ്ട് നോക്കുക. ഒരു സ്ഥലത്തേക്ക് പോകണ്ടേ, അതിനെ അവർ അമ്പ് കൊണ്ട് അവരുടെ ഒരു പ്രത്യേക രീതിയിൽ അവർ നറുക്കിട്ട് നോക്കും, പക്ഷിയെ പറത്തി നോക്കും. ഇതിനെല്ലാം കൂടി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു അനുവദിക്കപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായി. സ്വാഭാവികമാണ്, മനുഷ്യരങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വന്നാൽ നിങ്ങൾ 2 റക്അത്ത് ഇസ്തിഖാറ നമസ്കരിക്കുക, ഖൈറിനെ തേടിയുള്ള 2 റക്അത്ത് നമസ്കരിക്കുക. ആ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഭർത്താവിനോട് ഖൈറിനെ ചോദിക്കുക.
ചോദിക്കുക, ഇങ്ങനെ ദുആ ചെയ്യുക. അതിന്റെ അർത്ഥം ഇതാണ്: അല്ലാഹുവേ, നിനക്കെല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല. ഈ കാര്യം എന്റെ ജീവിതത്തിലും എന്റെ ആഖിറത്തിലും നന്മയാണെങ്കിൽ നീ എനിക്ക് എളുപ്പമാക്കി തരണം, അടുപ്പിച്ചു തരണം, അതിൽ നീ ബർക്കത്ത് ചെയ്യണം. അതല്ല, ഈ കാര്യം എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും എന്റെ ആഖിറത്തിലും ഇത് ദോഷമാണെങ്കിൽ നീ ഇതെന്നെ തൊട്ടും അകറ്റിക്കളയണം, എന്നിൽ നിന്നും അതിനെ അകറ്റി മാറ്റണം. ഖൈർ എന്താണോ അതിനെ തരികയും അതിൽ നീ എന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമസ്കാരം ഈ ദുആ സഹാബത്തിനെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, സഹാബികൾ പറയുന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ ഖൈറിനെ തേടിയുള്ള നമസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഖൈർ അവിടുന്ന് വരുന്നതാ, അത് ഏതെങ്കിലും ലക്ഷണത്തിന്റെ പേരിൽ വരുന്നതല്ല. മറ്റേ നമ്മൾ കാണാറില്ല, വിഷുക്കണി കോർക്കുമ്പോഴോ പിന്നെ മറ്റേ ഇതുകൊണ്ട് വെച്ച് കണി കാണുന്നത്, അങ്ങനെ കണി കാണുന്നതുകൊണ്ട് ഉണ്ടാകുന്നതല്ല. ഏതെങ്കിലും വസ്തു വന്നത് കൊണ്ടോ പോയത് കൊണ്ടോ വരുന്നതല്ല. ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കയറിയത് കൊണ്ടോ ഉണ്ടാകുന്നതല്ല. മറിച്ച് തീരുമാനം അല്ലാഹുവിന്റേതാണ്. അതിന്റെ ഖൈറിനെ ചോദിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ഈ പ്രഭാഷണത്തിൽ ഇങ്ങനെ എന്തെല്ലാം ജാഹിലിയ്യത്തിന്റെ നടപടിക്രമങ്ങൾ ചെറുതും വലുതുമായി അവരിലുണ്ടായിരുന്നു അതിനെ മുഴുവനും അസ്തരപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു: അന്ധകാര കാലഘട്ടത്തിലെ നിങ്ങളുടെ ഇത്തരം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദുഷിച്ച നടപടിക്രമങ്ങളും എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ആരും ഇനി അത് തിരിച്ചു കൊണ്ടുവരുന്നു. നിങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുത്തിരുന്നുവെന്ന് അതിനെയും കൊടുത്തുകൊള്ളുക. നിങ്ങൾ കഅബയെ പരിചരിച്ചിരുന്നു, അതിനെയും പരിചരിച്ചു കൊള്ളുക. മനഃപൂർവ്വം ആരെങ്കിലും കൊന്നാൽ അയാൾ തിരിച്ചു കൊല്ലപ്പെടും. മനഃപൂർവ്വമല്ല എങ്കിൽ അതിന് ദിയത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ദിനങ്ങൾ സല്ലല്ലാഹു മൂന്നാമതായി പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്നത്തെ ആ ഹ്രസ്വമായ പ്രഭാഷണം 14 നൂറ്റാണ്ടിൽ കഴിഞ്ഞ് നമ്മൾ കടന്നു പോകുമ്പോഴും ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, സുന്നത്തുകൾ, കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ.